പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ആഷിമിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ലുലുവിലൊക്കെ കയറാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ ഇത്. നമ്മളിപ്പോൾ ലുലുവിലൊക്കെ ഫാമിലി ആയിട്ട് പോയിട്ട് കുറേ നാളായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് പോകുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. കല്യാണത്തിന് മുമ്പ് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്ത് പോകുമായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെയും പാരൻസിൻ്റെ കൂടെ പുറത്ത് പോകുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണ്. അങ്ങനെ ഞങ്ങൾ ലുലുവിലെത്തി. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു സൺഡേ ആയതുകൊണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ പാർക്കിംഗ് കിട്ടി. ഏറ്റവും മുകളിലാണ് കേട്ടോ പാർക്കിംഗ് കിട്ടിയത്. ലുലുവിൽ വന്നിട്ട് പിന്നെ നേരെ പോയത് നൈക്കയിലേക്കായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. ഞാനൊന്നും മേടിച്ചില്ല. ലാസ്റ്റ് അവള് ഒരു ഐലൈനറും ലിപ്സ്റ്റിക്കും അങ്ങനെ എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലുലുവിലെ സ്ഥിരം കലാപരിപാടിയായ കുറേ ഓഫർ സെയിലൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പാത്രത്തിൻ്റെയൊക്കെ ഉമ്മച്ചിയൊക്കെ അവിടെ പോയി നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരെ പോയത് നമ്മുടെ സ്ഥിരം സ്പോട്ടായ ഹൈപ്പറിലേക്കാണ്. അവിടുന്ന് കുറേ അധികം സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. സോപ്പ്, അങ്ങനെ വീട്ടു സാധനങ്ങൾ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. തവണ ലുലുവിൽ ചെന്നിട്ട് എനിക്ക് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ തുടങ്ങിയേക്കുന്ന ഈ ഒരു പുതിയ തട്ടുകടയാണ്. നമ്മുടെ നോർമൽ തട്ടുകട പോലെ തന്നെ ഒരു സെറ്റപ്പിലാണ് അവരെല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ ക്യൂ നിന്നിട്ടാണ് നമ്മൾ അവിടെ ബില്ലൊക്കെ പേ ചെയ്ത് ഫുഡ് ഒക്കെ മേടിക്കണം. അത് കുറച്ച് ടാസ്ക്കായിട്ട് തോന്നി. അതിൻ്റെ ഇടയ്ക്ക് ക്യൂ നിൽക്കുന്ന സമയത്ത് ഞാനും ഇത്താത്തയും കൂടി ഒരു കുനാഫ മേടിച്ചു. പുറത്ത് പോകുമ്പോൾ കഴിക്കാമല്ലോ എന്ന് ഓർത്തു. തട്ടുകടയുടെ സൈഡിൽ തന്നെ അവരൊരു ചോക്ലേറ്റ് ഫൗണ്ടെയിൻ പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാനായിട്ട് പറ്റും. നമ്മൾ മേടിച്ചത് ഈ ഒരു മുട്ടക്കാന്താരിയും പിന്നെ ഉള്ളിവട, പഴംപൊരി, അങ്ങനെ ചായ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആ കാണുന്ന സെറ്റപ്പ് ഒന്നും ഉണ്ടായില്ല. പിന്നെ നമ്മൾ ബില്ലടയ്ക്കാൻ നിന്നു. അതിൻ്റെ അടുക്ക് സാക്കി ആരുടെയൊക്കെയോ കയ്യിൽ പോയി അവനെടുത്ത് കളിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ അടച്ച് നേരെ പോയത് ഫാഷൻ സ്റ്റോറിലേക്കായിരുന്നു. അവിടെ ചെന്നപ്പോൾ സാക്കി സെയിൽസ് ഗേൾസിൻ്റെ ID കാർഡ് നോട്ടോട്ട് അവരുടെ അടുത്തേക്കും പോയി. അങ്ങനെ അവർ കുറച്ച് നേരം അവനെ കളിപ്പിക്കുന്നുണ്ട്. ഇനി അടുത്ത മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കലാണ്. ഇവിടെ ഒരുപാട് ഷോപ്പുകൾ ഉള്ളതുകൊണ്ട് എവിടെ നിന്ന് കഴിക്കും, എന്ത് കഴിക്കും എന്നുള്ള കൺഫ്യൂഷൻ ഇവിടെ എപ്പോൾ വന്നാലും ഉണ്ടാവാറുണ്ട്. അങ്ങനെ നമ്മൾ ഫൈനലി എത്തിയത് പിസ്സ കഴിക്കാനാണ്. കുറേ നാളായിരുന്നു കഴിച്ചിട്ട്. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത കോൾഡ് കോഫി വന്നു. അവളൊരു മിൻറ്റ് ലൈം എന്തോ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വാപ്പിച്ചുംച്ചിയും പെപ്സി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കോൾഡ് കോഫി, കുറേ നാളായി ഇത്രയും നല്ലൊരു കോൾഡ് കോഫി ഞാൻ കഴിച്ചിട്ട്. നല്ല ഇത്തിരി കയ്പുണ്ടായിരുന്നു, പക്ഷേ ഇറ്റ്സ് ഓക്കെ, കോഫി അല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മൊത്തത്തിൽ. പിന്നെ ഈ ഒരു പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 6 പീസ് വന്ന ഒരു മീഡിയം പിസ്സ ആയിരുന്നു. പിന്നെ ഒരു ഫ്രൈസാണ് വന്നത്. ഫ്രൈസിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു. പിന്നെ ചിക്കൻ വിങ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം. നമ്മൾ ഇടയ്ക്ക് വെറൈറ്റി ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എപ്പോഴും സ്ഥിരമായിട്ട് കഴിക്കുന്നത് മന്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണല്ലോ. ഇതാകുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളിതേ പുറത്തേക്ക് ഇറങ്ങി. ഇന്നത്തെ ഡേ വളരെ നല്ലതായിരുന്നു. കുറേ നാളായി നമ്മൾ 4 പേര് ഒരുമിച്ച് ഇങ്ങനെ പർച്ചേസിനൊക്കെ പോയിട്ട്. എപ്പോഴും ഒരു മെമ്മറിയാണ് എനിക്കിത്. അതായത് നമ്മൾ എല്ലാ സൺഡേസിലും ഇങ്ങനെ പുറത്തൊക്കെ പോകുമായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ ആയിരിക്കുമല്ലോ നമ്മൾ കൂടുതൽ പോണത്. അല്ലാതെ ഫാമിലി ആയിട്ട് പോകുമ്പോൾ എന്തോ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. സോ ബൈ.